വൈകുന്നേരങ്ങളിൽ നമ്മുടെ റോഡരികിലൂടെ കടല, നിലക്കടല എന്ന് പറഞ്ഞ ചെറിയ ഉന്തുവണ്ടിയിൽ നിലക്കടല നല്ല ചൂടോടുകൂടി കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പലപ്പോഴും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ഒരു ചെറിയ കോൺ അവർ തരികയും ചെയ്യും. നമുക്ക് ഇത്തിരി ഉപ്പുള്ള നല്ല ചൂടുള്ള നിലക്കടല ശുദ്ധമായി കുറിക്കാനും സാധിക്കും. ഇത് നമ്മുടെ റോഡരികിലൂടെ പോകുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കടൽ തീരത്തൊക്കെ പോകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ പാർക്കുകളിലെല്ലാം പോകുമ്പോൾ ഇത്തരത്തിൽ ചൂട് നിലക്കടല തട്ടിത്തരുന്ന ആൾക്കാരെ ചെറിയ തള്ളുവണ്ടികളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം പറഞ്ഞുതരാം. പലപ്പോഴും ഇവര് 10 രൂപയ്ക്ക് പൊതിഞ്ഞു തരുന്നത് ന്യൂസ് പേപ്പറിനകത്താണ് ഈ ചൂട് നിലക്കടല ഇട്ട് തരുന്നത്. അത് കേൾക്കുമ്പോൾ പലർക്ക് സംശയം തോന്നും, ചൂട് നിലക്കടല ആണെങ്കിലും തൊലിയോട് കൂടിയല്ലേ അത് തരുന്നത് എന്ന് തോന്നും. നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് ന്യൂസ് പ്രിന്റ് ചെയ്തിരിക്കുന്ന മഷിയും അതിനകത്തുള്ള രാസവസ്തുക്കൾ, ലെഡും കാഡ്മിയം ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ട്. ഈ നിലക്കടല വളരെ ചൂടോടുകൂടിയാണ് ഈ ന്യൂസ് പേപ്പറിന്റെ അകത്തേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ തൊലി ഉണ്ടെങ്കിൽ പോലും ഈ നിലക്കടലയ്ക്കകത്തേക്ക് ഇതിനകത്തുള്ള രാസവസ്തുക്കൾ നേരിട്ട് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി രുചിയോടുകൂടി നിങ്ങൾ ഈ നിലക്കടല കഴിക്കുമ്പോൾ അതോടൊപ്പം ഇത്തരം രാസവസ്തുക്കളാണ് നിങ്ങളും കഴിക്കുന്നത്, നിങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് പോലും നൽകുന്നത്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിലക്കടല വാങ്ങണ്ട, കഴിക്കണ്ട, ചൂടോടുകൂടി ഉപയോഗിക്കരുത് എന്നല്ല അർത്ഥം. ഈ വാങ്ങുന്ന തട്ടുകടകളിൽ നിന്നുള്ള നിലക്കടലയുടെ കോൺ ന്യൂസ് പേപ്പറിന് പകരം ഫുഡ് ഗ്രേഡ് പേപ്പറുകൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇന്ന് നമ്മുടെ പല ഷോപ്പുകളിലും ഈ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഫുഡ് ഗ്രേഡ് പേപ്പറുകൾ വാങ്ങാൻ കിട്ടും. ഈ തട്ടുകട നടത്തുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ഈ ഫുഡ് ഗ്രേഡ് പേപ്പറുകളിലാണ് ഇത് പൊതിഞ്ഞു വരുന്നതെങ്കിൽ സേഫ് ആണ്, നിങ്ങൾക്ക് സമാധാനമായിട്ട് കഴിക്കാനും സാധിക്കും. ഫുഡ് ഗ്രേഡ് പേപ്പർ വാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ 10 രൂപയ്ക്ക് വരെ 1 രൂപയുടെ 11 രൂപ നിങ്ങൾക്ക് നൽകേണ്ടി വരും. എന്നാലും നിങ്ങളുടെ ആരോഗ്യവും ഭാവിയിൽ കരൾ രോഗവും ക്യാൻസറും വരാനുള്ള സാധ്യത ഒഴിവാകുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ വിദഗ്ധർ, ഇത്തരത്തിലുള്ള ഈ ആരോഗ്യ പ്രവർത്തകർ തട്ടുകടകളിലൊക്കെ പോയിട്ട് ഇത്തരത്തിൽ ന്യൂസ് പേപ്പറുകൾ മാറ്റി ഫുഡ് ഗ്രേഡ് പേപ്പറുകൾ ഉപയോഗിക്കാനായിട്ട് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിലക്കടല കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, വഴിയോരങ്ങളിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.